നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ടല്ലേ. നമ്മുടെ അച്ഛനും അമ്മയുടെയും കൂടെ ചേർന്നിരുന്നപ്പോഴുള്ള നമ്മൾ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും ഒക്കെ നടന്നപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു വികൃതികളുള്ളൊരു കുഞ്ഞു കുട്ടി എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. ആ കുട്ടി പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. കോളേജ് ലൈഫിൽ കുറച്ച് വികൃതിയായിട്ടൊക്കെ പുറത്തു വരും. അത് കഴിഞ്ഞ് ആ കുട്ടി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോയിന്ന് വരും. അതിനുശേഷം ആ കുട്ടി തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്ന് പറയട്ടെ, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരുടെ കളിക്കാനും പാട്ട് പാടാനും രസിക്കാനും ഒക്കെ നമ്മൾ അവരുടെ പോലെ തന്നെ കുഞ്ഞു കുട്ടിയായിട്ട് മാറും. എൻ്റെ അപ്പച്ചനൊക്കെ ഭയങ്കര വീട് കുലുക്കി പ്രകമ്പനം കൊള്ളിച്ച് നടന്ന ആളായിരുന്നു. അതുപോലെ എൻ്റെ അമ്മായിപ്പനും അങ്ങനെ ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ മോനുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ ഉള്ളിലെ ആ കുഞ്ഞു പൈതലിനെ കണ്ടത്. അവർ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പൂക്കളോട് വർത്താനം പറഞ്ഞും ചിത്രശലഭങ്ങളെ കാണിച്ചും അവരോട് ബിൽഡിംഗ് സെറ്റ് കളിച്ചും പുന്നാരിച്ചും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. നമ്മളുടെ അടുത്ത് അവരത്ര സോഫ്റ്റ് അല്ലായിരുന്നെങ്കിലും, നമ്മുടെ ചെറുപ്പത്തിലല്ലായിരുന്നെങ്കിലും ഈ അപ്പൂപ്പന്മാരൊക്കെ ഏറ്റവും സോഫ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കുഞ്ഞ് പുറത്ത് വരുന്നത് അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. ഈ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് നല്ലതാണ്. നമ്മൾ പഴയ കാലത്തിലേക്കൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ ആ ഇന്നസെൻറ്റ് ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു നൈർമല്യം, ആ നൈർമല്യത്തോടു കൂടി ചിരിക്കാനും കളിക്കാനും കുട്ടികളോട് ഇടപഴകാനും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കുട്ടികളെപ്പോലെ ഹൃദയമുള്ളവരായിട്ടിരിക്കാനാണ് യേശുക്രിസ്തു വരെ പറയുന്നത്. കുട്ടികളെപ്പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഒരു ടെൻഷനില്ല, വിഷമവുമില്ല, അവർക്ക് എപ്പോഴും സന്തോഷമാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും അതോടൊപ്പം നല്ല ആരോഗ്യവും ഉണ്ടാവും. എന്ന് കരുതി മരത്തുമ്മ കയറും, തോട്ടിൽ ചാടും, പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞ് നടുവും കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പറ്റാവുന്ന രീതിയിൽ കുട്ടികളെപ്പോലെയൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ രസമാണ്.